ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളൊരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റിൽ തന്നെ നമ്മൾ സിറ്റ് ഔട്ടാണ്. ഇവിടെ കുറേ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ എണ്ണം സെറ്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൽ നമ്മളിങ്ങനെ വളർത്തി റൗണ്ട് ചെയ്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെയും കുറച്ചിന് നമ്മൾ ഫുള്ളായിട്ട് ഗാർഡൻ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല, ചെറുതായിട്ടൊക്കെ. ഇത് നമ്മുടെ കിച്ചു ആണ്. പിന്നെ ഇതാ നമ്മുടെ ഒലിവിന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതാണ് ഫസ്റ്റ് ലീവിങ്. പക്ഷെ ഇത് ഫസ്റ്റ് ലീവിങ് ആണെങ്കിൽ പോലും ഗസ്റ്റുകൾ വന്നാൽ ഇരിക്കാം എന്നൊരു ആ ഒരു പ്ലാനിൽ ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. കാരണം എല്ലാവർക്കും കംഫർട്ടബിൾ ഇവിടെ ഇരിക്കാനാണ്. ഒന്നാമത് നമുക്കൊരു വലിയൊരു സ്ക്രീൻ ആയത് കാരണം നമുക്ക് ടി വി കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ പോരാത്തതിന് എന്തോ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് മൂവീസ് കാണാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ നമുക്ക് തോന്നുന്നത് ഇവിടെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരു സൈഡിൽ നമ്മൾ ദിക്രുവിൻ്റെയും ബേബിൻ്റെയും ID കാർഡ് ഓൾഡൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് കിട്ടിയ മെഡലും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെൻ്റെ പഴയ ഫോട്ടോ ആണ് ചെറുപ്പത്തിലെ. പിന്നെ ഓരോ സ്റ്റേജിലുള്ള ഓരോ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറേ ഫോട്ടോസ് ഇനിയും വെക്കാനുണ്ട്, പക്ഷേ നമ്മൾ ഒരുവിധം ഫ്രെയിം ആക്കിയത് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഓരോരോ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണാം. ഇനിയും കുറേ ഫോട്ടോ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ ഇത് വന്നിട്ട് ഫാമിലി ലിവിങ് റൂമാണ്. ഇവിടെ നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എല്ലാവരും കൂടി കൂട്ടത്തോടെ ഇരുന്ന് കഥ പറയാനും ഇരിക്കാനൊക്കെ ഭയങ്കര രസമാണ് ഇവിടെ. പിന്നെ കുറച്ച് പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വളർത്തിയിട്ടുണ്ട്, കുറേയൊക്കെ പോയി. അപ്പം കുറച്ചൊക്കെ എന്തായാലും സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. കുട്ടികൾ ഇങ്ങനെ എന്താ പറയുക, ഒരു ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് അങ്ങ് പറിച്ച് കളയും. പിന്നെ ഇത് വന്നിട്ട് ഡ്രസ്സിങ് റൂമാണ്. ഇത് കോമൺ ബാത്റൂമാണ് കേട്ടോ. എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, പോരാത്തതിന് കോമൺ ടോയ്ലറ്റും കൂടി ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഡ്രസ്സിങ് റൂം, ആ ഒരു കോമൺ ടോയ്ലറ്റിന് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഡ്രസ്സിങ് റൂമും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ കോമൺ ടോയ്ലറ്റ്. കോമൺ ടോയ്ലറ്റ് കുറച്ചും കൂടി സ്പേസ് ഉണ്ട്, വലുതാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു കൂട് പോലെ ഉണ്ടാക്കിയതാണ്. ഇവിടെയും കണ്ടല്ലോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓപ്പൺ കിച്ചനാണ്. അപ്പോൾ ഇതേ ഒരു ഇതിലാണ് നമ്മൾ ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ട് മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം ഒത്തിരി കൂടി സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടും TV ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഉറങ്ങുന്ന ആ ഒരു ടൈമിലേക്ക് ആയിരിക്കും മിക്കതും കാണാം. ഇവിടെ ഒന്നും കുട്ടികൾക്ക് വല്ലാതെ ഒന്നും ഇഷ്ടമല്ല ഇവിടെ വന്നിരുന്ന് കാണുന്നത്. എല്ലാവർക്കും വേറെ വേറെ ചാനൽ വെക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ അവരിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു ഫസ്റ്റ് ലീവിങ്ങിൽ തന്നെ ആയിരിക്കും എല്ലാവരും TV കാണുന്നത്. അപ്പം ഇവിടെ ഈ ഒരു സ്പേസ് ഉണ്ടോ, ഈ ഒരു പ്ലേസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. നമുക്ക് ഷൂട്ട് ചെയ്യാനും ഭയങ്കര ഒരു ഇഷ്ടമായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. പിന്നെ സ്റ്റോർ റൂം. ഇത് വന്നിട്ട് നമ്മുടെ വേറൊരു കിച്ചണാണ്. ഇവിടെ ആയിരിക്കും നമ്മളെല്ലാതും കുക്കിംഗ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെയാണ് വെക്കുക. ഇവിടെ ഫുൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണ്. കുറേ കയ്യിൽ നിന്ന് മുറിച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ആ ജനൽ ഫുള്ളായിട്ട് അങ്ങ് കവറായിട്ടിരിക്കുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ഇത് വന്നിട്ട് സെക്കൻഡ് ബെഡ്റൂമാണ് കേട്ടോ. സെക്കൻഡ് ബെഡ്റൂമാണ്. ഇവിടെയാണ് അയൺ ബോക്സിൻ്റെ ആ ഒരു ടേബിൾ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. എല്ലായിടത്തും ആ ഒരു സെപ്പറേറ്റ് അലമാര കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ റൂമിലും ഞാൻ പറഞ്ഞല്ലോ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇത് വന്ന് സ്റ്റെയർ കേസാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ ഒരു ചെടി ഉണ്ട്. ഇത് വന്നിട്ട് ഡബിൾ പ്ലാന്റ് ആണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഓരോ ചെടിയും പോരാത്തതിന് ഫോട്ടോസും വെച്ചിട്ടുണ്ട്. സ്റ്റെയർ കേസിൽ നമ്മൾ വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതിൻ്റേതായ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ലോങ് ലൈറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഒരു ഇത്തിരി കൂടി ഭംഗി വരുത്തുന്നുണ്ട്. പിന്നെ പർഗോള എന്ന് ഞാൻ തോന്നുന്നുണ്ട് അതിൻ്റെ പേര്. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ ഗ്ലാസ് വെച്ചപ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് നിസ്കാർ റൂമാണ്. അവിടെ നമ്മൾ ഫർണിച്ചറൊന്നും ചെയ്തിട്ടില്ല, ഭാവിയിൽ ഇനി ചെയ്യണമെന്ന് പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ നിസ്കാര റൂം ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഓപ്പൺ ടെറസാണ്. അവിടെ നമ്മളൊരു അക്വേറിയം, അതിൽ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് പിന്നെ ഉള്ളത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് അറ്റാച്ചഡല്ല, കോമൺ ടോയ്ലറ്റ് ഉണ്ട്. അതും കുറച്ച് സ്പേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുതാണ്. ഇവിടെ നമ്മൾക്ക് ഇരിക്കാനായിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഹാളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സോഫയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് ഈ ചെടീൻ്റെ ഒരു പേരെന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ പ്രെയർ റൂമിൽ നിന്ന് വന്നാൽ നിസ്കരിച്ച ഓതാനായിട്ടുള്ളൊരു ഇതും ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഓതാറ്. പിന്നെ ഇത് വന്നിട്ട് ടോയ്സ് റൂമാണ്. ഇത് സത്യത്തിൽ പിന്നീട് നമ്മളത് സെറ്റ് ചെയ്യും, ഹോം തിയേറ്റർ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുട്ടികളെ ബുക്സും കാര്യങ്ങളും ടോയ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇവരിവിടെയാണ് ഫ്രീ ടൈമിൽ വന്ന് കളിക്കാറ്. അപ്പോൾ ഇവിടെ ഫുള്ള് വലിച്ചു വാരി അവരവരുടെ ഇഷ്ടത്തിന് അങ്ങ് ഇതാക്കുകയാണ്. ഇനി കുറച്ചും കൂടി കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞതിന് ശേഷം ആ റൂം സെറ്റ് ചെയ്യണം. ഇവിടെ 2 ബെഡ്റൂം തന്നെയാണ് ഉള്ളത്. ഇവിടുത്തെ ഈ ഒരു കളറ്, ഈ ഒരു ഫോട്ടോവും സൂപ്പറായിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു സോഫ ഗ്രീനാണ്, അതും വല്ലാത്തൊരു നല്ലൊരു ഇതാട്ടോ. ഇതാണ് പിന്നെ വേറൊരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൽ ആ ഒരു വിൻഡോ കർട്ടൻ സൂപ്പറാണ് കാണാൻ. ഒരു എല്ലാം ഒരേപോലെ, ഇത് മാത്രം സെപ്പറേറ്റ് ഇതിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നാൽ ZZ പ്ലാന്റ് അപ്പുറത്തും പിന്നെ സോഫേൻ്റെ അപ്പുറത്തും വെച്ചിട്ടുണ്ട്. പോരാത്തതിന് സോഫ വന്നിട്ട് നല്ല ഗ്രീൻ കളറാണ്, പെയിൻറ്റ് വന്നിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീനുമാണ്. അപ്പോൾ ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ ഇത് വന്നിട്ട് അതുപോലെ തന്നെ ഒരു ബെഡ്റൂമാണ്. ഇവിടെയും കുറച്ച് സ്പേസ് ഉണ്ട്. ഈ ബെഡ്റൂം കുറച്ചും കൂടി ഉണ്ട്. ഫർണിച്ചറൊക്കെ ചെയ്ത് വന്നാൽ സെറ്റാവും. ഫർണിച്ചർ ചെയ്തിട്ടില്ല, ഇത് ഇനി കുറേ കഴിഞ്ഞാൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ വന്നിട്ട് പിന്നെ ബാൽക്കണിയാണ്. ഓപ്പൺ ടെറസ് കണ്ടല്ലോ. പിന്നെ ഇത് വന്നിട്ട് ബാൽക്കണിയാണ്, വളരെ ചെറുതായിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. പക്ഷെ ഭയങ്കര ഫീലാണ് ഇവിടെ നിന്നാൽ. ആ ഒരു ഭംഗി നമുക്കിവിടെ നിൽക്കുമ്പോൾ, നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു പാടും ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലും ഇതൊക്കെയാണ്. ഒരു ഗ്രീനറി കാണുമ്പോൾ ഭയങ്കര രസമുള്ള വിഷ്വൽസാണ്. അപ്പോൾ ഇവിടെ നിൽക്കാനും നോക്കാനും നല്ല രസമാണ്. പിന്നെ ഇത്രയും